തലനിറയെ മനക്കോട്ടയുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള കോൺഗ്രസ് നേതാക്കളുടെ അടിക്കിടയിൽ എവിടെയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നാണ് ജനങ്ങൾ ചോദിച്ചത്. ഇതാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഹൈക്കമാൻഡാണ് എല്ലാം തീരുമാനിക്കുന്നത്. എൻ്റെ അഭിപ്രായം ഞാൻ വേണ്ട സമയത്ത് വേണ്ടപ്പെട്ടവരോട് പറയാമെന്നാണ്. അതായത് അദ്ദേഹത്തിന് മന്ത്രിയാകാനുള്ള ആഗ്രഹം അദ്ദേഹം വ്യംഗ്യേന ഇത്തരത്തിൽ പറഞ്ഞൊപ്പിക്കുകയാണ്. കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോട്ടയം ശീമാട്ടി ഗ്രൗണ്ടിൽ ഒരു നിർമ്മിതിയുണ്ട്. ജനങ്ങൾക്ക് കൂട്ടച്ചിരി വരും ആ നിർമ്മിതി കണ്ടു കഴിഞ്ഞാൽ. നമ്മുടെ പൈസ കൊണ്ട്, പൊതു ഖജനാവിലെ പൈസ കൊണ്ട് 2015 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് ആ റൗണ്ടിൽ കാണുന്ന ആ അസ്ഥികൂടം. എന്താണതെന്ന് അദ്ദേഹത്തിനോ അദ്ദേഹം ഈ പണി ഏൽപ്പിച്ച കിറ്റ്കോയ്ക്കോ, കിറ്റ്കോയുടെ പണി നടത്തിയ ജീവനക്കാർക്കോ ജോലിക്കാർക്കോ ജനങ്ങൾക്കോ അറിയില്ല. ഇതെന്താണിത്, എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്, ഞങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ ഈ വർഷം ഡിസംബറോടുകൂടി ആ പദ്ധതി പൂർത്തിയാക്കുമെന്നാണ്. അത്രയ്ക്കും വേഗതയിൽ ആ പദ്ധതി പൂർത്തിയാക്കുമെന്നാണ്. എന്താണ് ആ പദ്ധതി എന്നാണ് അദ്ദേഹത്തിനോട് ആദ്യമേ തന്നെ ജനങ്ങൾ ചോദിച്ചത്. 2015 മുതൽ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണിത്, ഇതുകൊണ്ട് എന്താണ് പ്രയോജനം, എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ കാണിച്ചു വച്ചിരിക്കുന്നത് എന്ന് 2015 മുതൽ ജനം ചോദിച്ചു തുടങ്ങിയോടുകൂടി ഈ സർക്കാർ, അതായത് പിണറായി സർക്കാർ, ജനങ്ങളുടെ ഈ ചോദ്യം കേട്ട് മടുത്ത് 2024 ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. എന്താണ് ഈ സംഭവം അറിയണമല്ലോ. അങ്ങനെ ഈ വിദഗ്ധ സമിതി എന്ന് പറയുന്നത് പാലക്കാട് IIT-യിലെയും അതേപോലെ തന്നെ ചെന്നൈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സെൻറ്ററിലെ ഉദ്യോഗസ്ഥരും ചേർന്നിട്ടാണ് ഈ വിദഗ്ധ സമിതി എന്ന് പറയുന്നത്. ഈ വിദഗ്ധ സമിതി തിരുവഞ്ചൂരിൻ്റെ ഈ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ഈ കാട്ടിക്കൂട്ടി വെച്ചേക്കുന്ന ഈ വികൃതമായിട്ടുള്ള ഈ രൂപത്തെ പരിശോധിച്ചപ്പോൾ അത് പൊളിച്ചു മാറ്റണമെന്നാണ് വിദഗ്ധ സമിതി സർക്കാർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. കാരണം അതിലെ പ്രധാനപ്പെട്ട തൂണുകൾ ഒഴികെ ബാക്കിയെല്ലാം തുരുമ്പെടുത്ത് നശിക്കാറായി. അതുകൊണ്ട് അടിയന്തരമായി ഇത് പൊളിച്ചു മാറണം, അല്ലെങ്കിൽ ഇതിൽ ഇടിഞ്ഞ് ജനങ്ങളുടെ മേൽ വീണ് ജനങ്ങൾ ചത്തുപോകും. അത്തരത്തിലാണ് ആ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ജനങ്ങൾക്ക് തന്നെ ഭീഷണിയായിട്ടുള്ള ഈ പദ്ധതിയുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മര്യാദയ്ക്കൊരു വാക്ക് പോലും ഉച്ചരിക്കാനുള്ള ശേഷിയില്ല. പഴയ ചലച്ചിത്ര അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചപ്പോഴൊക്കെ ഉള്ള തപ്പിത്തടയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ളയാൾ വീണ്ടും ഏങ്ങി വരികയാണ്. ഇവർക്കൊന്നും വിശ്രമിക്കാൻ സമയമില്ലേ, സമയമായിട്ടില്ലേ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രായമായി. അദ്ദേഹം 2-3 തവണ മന്ത്രിയായിരുന്ന ആളാണ്. പിണറായി വിജയൻ 82-ാം വയസ്സിൽ വീണ്ടും വന്നിരിക്കുകയാണ്. വീണ്ടും എനിക്ക് മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ഈ കടൽക്കിഴവന്മാരെ എന്തിനാണ്? നിങ്ങൾക്ക് കൊച്ചുമക്കളെ കളിപ്പിച്ച് വീട്ടിലിരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ മാന്യമായി വിരമിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങൾ അന്തസ്സായിട്ടുള്ളൊരു സ്ഥാനം അവരുടെ മനസ്സിൽ നൽകിയേനെ. പക്ഷേ നിങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല. നിങ്ങൾ വീണ്ടും ജനങ്ങളെ ഭരിച്ച് നന്നാക്കിയേ മതിയാവുകയുള്ളൂ എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്ത ടീമുകളാണ് ഇതെല്ലാം. അതുകൊണ്ട് ഈ വിക്രമാദിത്യനും വേതാളവും എന്ന് പറഞ്ഞതുപോലെ ജനങ്ങൾ വിക്രമാദിത്യനാണെങ്കിൽ വേതാളമായി ഇവർ നമ്മുടെ തോളിൽ വലിഞ്ഞു കയറിയിരിക്കുകയാണ്. എത്ര ഒഴിവാക്കിയാലും ഒഴിഞ്ഞു പോകുന്നുമില്ല, എത്ര ഇറക്കി വിട്ടാലും പോകുന്നുമില്ല. ഈ മണ്ടൻ ആശയങ്ങളുമായി വീണ്ടും വന്നിരിക്കുകയാണ്. ആകാശപാത നിർമ്മിച്ച് തീർത്തേ മതിയാവുകയുള്ളൂ എന്നാണ് തിരുവഞ്ചൂർ പറയുന്നത്. എന്തിനാണ്, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.